തീരെ ചാൻ ഒന്നും സമ്മതിക്കില്ല. പറയണ്ട. ഉച്ചയ്ക്ക് വാല വന്നില്ല. രാത്രി ലേറ്റ് ആയി. കുറച്ച് റെസ്പോൺസിബിലിറ്റി. പക്ഷെ എന്തൊരു കഷ്ടമാണ് മോനെ. എന്ത് ചെയ്യാൻ പറ്റും? വീഡിയോ മാറിപ്പോയോ? ഇതല്ലേ? ഇതെന്താടാ ഇത്? Directed by Eagle Gaming. அது பேரு பருந்த அந்த பருந்து கீழே 100 பசங்க ஒடி ஒளிஞ்சா மட்டும் வந்து தொடுவேன் அதை தடுக்க கூட யாரும் பத்தல பட்ட விட்டு கொண்டு தொத்து பட்ட கள்ளம் பட்டையில் நிறங்க ഇത് ഷൗട്ടക്സ് ചെയ്താണോ ഇത്? ആ പോടാ. ஒரு பறவை அது பேரு பருந்த அந்த பருந்து கீழே 100 பசங்க ஒடி ஒளிஞ்சா மட்டும் வந்து தொடுவேன் அதை தடுக்க கூட யாரும் பத்தல பட்ட விட்டு கொண்டு தொத்து பட்ட கள்ளம் பட்டையில் நிறங்கது பல விதம் அடி இடி தடா என்னென்னும் தினமது கலுஷிதம் தானே சந்த கூட்டமே வட்டமிட்டு பிடிச்சொரு பருந்தின் துணா இடம் வலம் என்னும் നിരനിരയായി പല മുഖം അത് മറ്റേ കോമിക്സ് തലവെട്ടും കൂട്ടം നല്ല പാട്ടല്ലേ? പയ്യറ്റിനാട്ടം ഓ കണ്ണാപ്പി പോയി. എതിരിട്ട പൂവൻ കൊലവിളി കണ്ടാലോടും What? തലവെട്ടും കൂട്ടം അതിരടി പയ്യറ്റിനാട്ടം എതിരിട്ട കൊമ്പൻ കൊലവിളി കണ്ടാലോടും ഞാൻ ഉണ്ടല്ലോടാ. ഇതാര്? ആരാത്? ഇപ്പൊ ചെല്ലേലും എനിക്കൊരു cinematic presence ഉണ്ട് കേട്ടോ. പത്ത് സുമ്മാ സുരിച്ചിട്ട് മൊത്തം കൂട്ടം വന്ന് നിന്നാലേ കൂട്ടം മുടിവെടുത്ത ക്യാമറ കുറച്ച് വലുതാ. కొంచెం വലുതാക്കുമല്ലോ. ക്യാമറ ഇനിയും വലുതാക്കണോ? ആ ആ മതി. വിഷയം കേട്ടോ. ഞാൻ ആദ്യത്തെ ഒരു സാധനം കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ല രസമുണ്ട്. അത് ഒരു രാത്രി ഒരു 10 സെക്കൻഡ് എന്താ കാണാം കേട്ടോ. ഇതെങ്ങനെയാണ് ഇതെന്ത്? പക്ഷേ ഇത് ഫുള്ളായിരുന്നെങ്കിൽ വിഷയമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നത്. ആ കോമിക് സ്റ്റൈൽ എഡിറ്റിംഗ് കൊള്ളാം. ഒരു പറവ അത് പേര് പരുന്ത എടാ ഇത് ഏത് സിനിമയ്ക്കകത്തായിരുന്നുള്ള ഇങ്ങനത്തെ ഒരു സെയിം ഒരു യെല്ലോ ഫോണ്ട് വരുന്നത്? വിക്രത്തിനകത്ത് എങ്ങാണ്ടല്ലേ? വിക്രത്തിലാന്ന് തോന്നുന്നു. കൊള്ളാം. ഇത് വീഡിയോസ് ഉള്ള സീരിയസ്ലി ഞാൻ പറയുക, ഞാൻ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നതും. ഓവറായിട്ട് ഇനി എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന് ചിരിച്ചിട്ട് ഇനി പിറ്റേ ദിവസം വന്നിട്ട് അവനെൻ്റെ അടുത്ത് ദേഷ്യം തോന്നരുത്. ദൈവത്തെ ഓർത്ത് പ്യുവർലി എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനാണ് റിയാക്ട് ചെയ്യുന്നത്. റിയാക്ഷൻ അതുപോലെ എടുക്കുക. നാളെ വന്നിട്ട് എൻ്റെ കുഞ്ഞമ്മയ്ക്കും അമ്മയ്ക്കൊന്നും വിളിക്കാൻ നിൽക്കല്ലേ. പിന്നെ എനിക്ക് തന്തയ്ക്ക് വിളിക്കാൻ നേരം കാണും. അനുഭവം ഉള്ളതുകൊണ്ട് പറയുക.
മേക്ക് ഷുവർ യു ആർ 18+. ശരിക്കും ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ ഇത്രയും ദിവസം നിങ്ങളിൽ ഒരാളെ പോലും ഉപദ്രവിക്കാനും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സിറ്റുവേഷൻ ട്രിഗർ ചെയ്യാനും വന്നിട്ടില്ല. എല്ലാരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സിറ്റുവേഷൻ എടുക്കരുത്, MRC ആയിട്ട് സിറ്റുവേഷൻ എടുക്കേണ്ട വേണ്ട. നമുക്കിപ്പോ ആവശ്യത്തിന് കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട്. അവരൊന്നും ഇവിടെ സെറ്റായി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് പോയി സിറ്റുവേഷൻ എടുക്കുന്നില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്നിട്ട് ഇവന്മാരിങ്ങനെ അമ്പി കളിക്കരുത്, അതാ ഞങ്ങൾക്ക് പറയുള്ളൂ, അമ്പി കളിക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ പിള്ളേർക്ക് ഈ കുറച്ച് ദിവസമായിട്ട് എങ്ങനെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്ത് വെക്കണം എന്ന് ഭയങ്കര ഒരു ഇന്റൻഷൻ ഉണ്ട്. ഒന്നും ചെയ്തില്ലല്ലോ, അടിക്കേണ്ട ആവശ്യം. എന്താ പറഞ്ഞ അമ്പത്തൂരിന്റെ ഞാൻ പറയണ കാര്യം മനസ്സിലാക്കണം. ഇവരിവിടുത്തെ കാര്യങ്ങളിലേക്കൊന്ന് അഡാപ്റ്റീവായി വരുന്നതേ ഉള്ളൂ. ഇതിന്റെ പേരിൽ സംസാരിച്ച് വഷളാക്കാൻ പോകണ്ട. എന്തായാലും സോറി ബ്രോ, എക്സ്ട്രീംലി സോറി. ഞാൻ വിട്ടെണ്ണ ഇവർക്ക് ഇവരുമായിട്ട് അടി ഉണ്ടാക്കാൻ താല്പര്യമില്ല. ഞാൻ രണ്ടീന്ന് പറഞ്ഞു, അപ്പൊ ഇവരിത് ബാക്കിൽ നിന്ന് കണ്ടു, ഓന് കൊണ്ടു, മനസ്സിലായോ? അതെനിക്കും തോന്നുന്നുണ്ട്. ഒന്നെങ്കിൽ ലീഡറിനോട് ഗോ ലീഡറിനോട് പറയാനുള്ള ധൈര്യം വേണം. നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് താങ്ങി നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ആളെന്ന് അറിഞ്ഞിട്ട് നമ്മളത് മാന്യമാരിയായിട്ടല്ലേ നിങ്ങളോട് സംസാരിക്കുന്നേ? അമ്പി നമ്മൾ കറന്റ് സസ്പെൻഷനിലാണ്. സസ്പെൻഷൻ ആണെങ്കിൽ വള്ളി പിടിച്ചടക്കുന്നേ. ആര് പള്ളി പിടിച്ചു ബ്രോ? പിന്നിൽ എന്ത് ന്യായീകരണമാണ്? നമ്മൾ വന്ന കാർ എടുത്തോണ്ട് ചാടി കയറാൻ പോയി, എന്നിട്ട് മാന്യമായിട്ട് ഇറങ്ങാൻ പറഞ്ഞ് വണ്ടി ഇടിച്ച് ഇട്ടിട്ട് പോയിട്ട് പിന്നെ എങ്ങനെയാണ് ഇതല്ലെന്ന് പറയണേ? അവസാനം വന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് നമ്മളോട് പറയരുത് നമ്മളാണ് സിറ്റുവേഷൻ എടുക്കണം, നമ്മൾ ഹേറ്റ് ഉണ്ടാക്കണം, നമ്മൾ അങ്ങോട്ട് പോകുന്നു, അറ്റൻഷൻ കേവിയോ ആരോ ആയിക്കോട്ടെ, ആരുടെ സോൾവ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സിറ്റുവേഷൻ എടുക്കുന്നവന്മാരോട് ചോദിക്കണം, നിങ്ങൾക്കിത് സോൾവ് ചെയ്യണോ, നിങ്ങൾക്കിത് ഇതാക്കണോ എന്ന്. അല്ലെങ്കിൽ അവന്മാർ നാളെ നിങ്ങൾക്ക് ഇതിൽ തിരിയും. 100% ഞാൻ ഉറപ്പ് പറയാം. ഷേക്കാൻ മാറ്റി നിങ്ങൾക്ക് ഇതല്ലേ ആയിട്ട് പറയണേ, ഞങ്ങളോട് ഫ്രണ്ട്ലി ആവണ്ട ബ്രോ, ഫ്രണ്ട്ലി ആവണ്ട. എനിക്ക് ഇത്ര നാള് മറ്റേ HF ഇവിടൊക്കെ മുഞ്ചി തെറ്റി നടന്ന തിട്ടങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് കുറെ എണ്ണം അവന് ക്ലിയർ ആയിട്ട് അറിയാം അത് TV ആണെന്ന്. ഒരു സംശയമില്ല. ഇതിന്റെ അപ്പുറത്ത് വേഴ്സ് ആവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അന്ന് തൊട്ടേ ഒരു അടി പ്രതീക്ഷിച്ച ആൾക്കാർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു. ഈ എന്റെ ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് സിറ്റുവേഷൻ എടുക്കുമ്പം ഉറപ്പായിട്ടും എനിക്കത് കണ്ടോണ്ട് മിണ്ടാണ്ടിരിക്കാനും ഇതാക്കാനും പറ്റത്തില്ല. ഞാൻ എത്രയും ദിവസം ഇവരുടെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞു. ഇനി ഞാൻ പിടിച്ചു നിർത്തത്തില്ല കോച്ച്, ഇവരെ ആരെയും ഞാൻ പിടിച്ചു നിർത്തത്തില്ല. ഇത് സിറ്റുവേഷൻ ആക്കി കണ്ടിന്യൂ ചെയ്തോളൂ. ഏത് പാട്ടാ ഇതൊക്കെ? ഏത് പാട്ടാ കൂച്ചു ഇതൊക്കെ? ഞാൻ കേട്ടിട്ടില്ലട്ടോ. ഞാനൊരു സാധാരണ എല്ലാ വള്ളിപ്പാട്ടും കേൾക്കുന്നത്, ഇത് ഞാൻ കേട്ടിട്ടില്ല. പേരെന്തായിരുന്നു? ബ്രോക്കൺ. ഏത് ബ്രോക്കൺ? പണ്ടുണ്ടായിരുന്ന ബ്രോക്കൺ ആണ്? പണ്ടുണ്ടായിരുന്ന ബ്രോക്കൺ ആണോ? അതറിയത്തില്ല ബ്രോ, ഞാൻ ബ്രോക്കൺ. ഓ ബ്രോ, ചെവിക്ക് പ്രശ്നമില്ല. ചെവി പണ്ട് വരെ അടികൊണ്ടിട്ട് പ്രശ്നമായിരിക്കും. അല്ലല്ല, വിടു നിങ്ങൾ പറ. ബ്രോക്കണായിരിക്കും ബ്രോ, അറിയത്തില്ല. ചോദിച്ചല്ലേ ഉള്ളൂ. അത് അറിയത്തില്ല, പണ്ടത്തെ ബ്രോക്കൺ ബ്രോക്കൺ ആണോന്ന് അറിയത്തില്ല. നമ്മള് പണ്ട് ടീച്ചറിൽ കുറെ അടികൊണ്ട ബ്രോക്കൺ ഞാൻ ചോദിച്ചു. പേരെന്താ ബ്രോന്റെ പേരെന്താ? എന്റെ ലോല എന്താ ബെല്ലാരി അടി ഉണ്ടല്ലോ കാണാ. പിന്നെ സാമാൻ അടി കൊണ്ട് കളിച്ചിരിക്കല്ലോ. നീ അടി വാങ്ങി ലോലോട് പറയണേ, മൂട്ടിലത്തെ ചോപ്പ് മാറാത്തമാരൊക്കെ ഒന്ന് കുണയ്ക്കുന്നു. ഈ 3 മാസത്തിനുള്ളിൽ 5 പ്രാവശ്യം അടിയുണ്ട്. നമുക്ക് ആ സാധനം ഉള്ളതുകൊണ്ട്
ഇതിന്റെ മറ്റേ ബ്രോക്കൺ എന്ന് പറഞ്ഞ അവന്റെ സാമാനം 5 പ്രാവശ്യം അടിച്ച് പൊളിച്ചോണ്ടാണ് അവൻ അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഇറങ്ങി പിന്നെ MRT കയറി മണിയൊക്കെ ഇപ്പൊ അടിച്ച് പൊട്ടിക്കും. അവൻ വന്ന് മറ്റേ മുട്ടയും കൊണ്ടടിച്ച് നമ്മൾ നോക്കിക്കണെന്ന് എന്താ സിറ്റുവേഷൻ ആണോ അല്ലെന്നുള്ളത് നമുക്കറിയാം. ഇത് ഞങ്ങളുടെ കൺസേൺ ചെയ്ത കാര്യമില്ല. ഞങ്ങളുടെ ഗ്യാങ് മനസ്സിലായി. ഞങ്ങളെ വന്ന് കുറച്ച് ഞങ്ങൾ തരി എടുത്തേ ഉള്ളൂ. ഇവര് ഈ സിറ്റുവേഷനിൽ നിന്ന് മെമ്പേഴ്സിന് സോൾവ് ചെയ്യാൻ താല്പര്യം ഇല്ലെന്ന് പറയണം. ഞാൻ പിന്നെ ഒന്നും ചെയ്യല്ല. അത് ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ട് 2 മെമ്പേഴ്സ് ഭയങ്കര ട്രിഗേർഡ് ആയിട്ടിരിക്കണം. നമുക്കറിയാം. പോയി ഈ പാട്ടായിരുന്നു കേട്ടോ. കണ്ടിട്ടാണ് പട്ടി അടിയളിയാ. ഓ നീല കണ്ടാപ്പി പോയി. അത് നീലനാണോ ഡ്രീമർ ആയിരുന്നു കോച്ച്? യെസ്, ആ ഷർട്ടും മുണ്ടും എടുത്തത് നീലനാണോ ഡ്രീമർ ആണോ? ഇത് ഷട്ടർ നീല 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 കേറി നിക്കുവായിരുന്നല്ലോ. ഇപ്പൊ എന്താ WL ഒന്നും കാണാത്തെ? അവനൊരു മാല ഉണ്ടായിരുന്നു. കാണാത്തെ ചുവപ്പ് മഞ്ഞ ചുവപ്പായി. ചുവന്ന മുടിയുള്ള അമ്പിക്കുട്ടടാ, ഉറങ്ങല്ലേ അമ്പിക്കുട്ട, എണീക്കൂ. നിന്നെ ഞാൻ ഇന്ന് മുട്ട ഞാൻ ഇവിടെ തൊടണം. കക്കൂസം കഴിയും, മനസ്സിലായോ? മുട്ട കഴിച്ചിട്ട് ഇവിടെ തൊള്ളാം. നിന്നെ നോക്കിക്കോ. Cleaner Federation extends toilet gang was gang medical. 2-year experience in your fastest toilet in the Adambi Falcon. Contact me on ഏത് പാട്ടാണ് ഇതൊക്കെ? സോങ് സെലക്ഷൻ ഡിഫറെന്റ് ആയി എങ്ങനെയെന്നോ എടുക്കുന്നത്. അതെങ്ങനെ ഈ പാട്ട് സെലക്ട് ചെയ്യുന്നത്? അത് കോച്ച് അതൊരു ക്രിയേറ്റീവ് സെക്ഷൻ ആണ് കോച്ച്. അത് കോച്ചിന് ഇല്ല കേട്ടോ. അത് കോച്ചിന് മനസ്സിലാകത്തില്ല. കോച്ച് അതില്ല കേട്ടോ. കോച്ച് എൻജോയ് ചെയ്യും. കോച്ച് വിഷമായോ കോച്ച്? ഇല്ല എനിക്ക് നല്ല സത്യമല്ലേ, പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത്? സെലക്ഷൻ എങ്ങനെ എടുക്കാന്ന് പുരിയില്ല. കോച്ചിന് മനസ്സിലായില്ല കേട്ടോ. ഞാൻ കോച്ചിനെ കളിയാക്കി. ആ കോച്ച് യെസ് 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 യെസ്. പാമ്പ് കടന്നു പോ വേറെ 2 സ്ഥലത്ത് വന്നിട്ട് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ഉദ്ദേശിച്ചത്. അതിനെങ്ങനെ ഊരി വിട്ടോണ്ടിരിക്കല്ലേ, പിന്നെ എങ്ങനെ നീ വല്ല നിന്നെ അവന്റെ കൊണയുണ്ടായിരുന്നല്ലോ. അച്ഛനെ എനിക്കൊരു വിഷമില്ല. വീടിനടുത്ത് വീട് എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തു നിനക്ക് ശിക്ഷ. എ ക്ലാസ് തല്ലുള്ളി പറയാതിരിക്കാൻ വേണ്ടി. ശിക്ഷ തല്ലല്ലേ മാത്രം. പിന്നെന്താ എടുക്കുമ്പോ തന്നെ നമ്മൾ പറഞ്ഞതാ KV TV പ്രശ്നമില്ലാതെ പോകണം എന്നുള്ളത്. പിന്നെ ഇവിടെ വരുന്നാണ്ട്
നമ്മളത് മാക്സിമം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ നോക്കുന്നതിന്റെ അടിയിൽ കൂടി ഒരു സ്ലോ ഇൻജക്ടിങ് ടൈപ്പ് ഓഫ് പരിപാടികൾ വേണ്ട. ஒண்ணும் இல்ல கிரியேட்டிவ் செக்ஷனுக்குலாம் நான் ஒன்னும் எனக்கு ஒன்னும் விஷமம் ஆயில்ல, அதெல்லாம் ஒன்னும் இல்ல. ஜஸ்ட் நார்மலா பறஞ்சு நீங்க அதெல்லாம் എന്താ ജോക്കി നീങ്ക പറയാതെ വേറെ ആർ പറയാൻ മുടിയും? ചുമ്മാ പറഞ്ഞു ചുമ്മാ. നമ്മളത് മാക്സിമം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ നോക്കുന്നതിന്റെ അടിയിൽ കൂടി ഒരു സ്ലോ ഇൻജക്ടിങ് ടൈപ്പ് ഓഫ് പരിപാടികൾ വേണ്ട. അവ തുമ്പക താനെ അമ്പിലമ്പാനോ ഉണ്ണിയമ്മേ കുമ്പടി വന്നു. എന്താണോ നിന്റെ പ്രശ്നം? അയ്യോ അത് കണ്ടോ? കണ്ട് ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ MRC versus TVA. ടാങ്ക് പൊട്ടി ചിത്ര വരാത്തവരെ പേര് ഹൈഗ്രൗണ്ട് വിട്ട് കളയാൻ, ഹൈഗ്രൗണ്ട് വിട്ട് കളിക്കണ്ട. അവന്മാരെ വാറൊക്കെ ഒന്ന് ജയിച്ചോട്ടെ, അവരെ കൊണയൊന്നും ആയിരിക്കില്ല. അടുത്ത വാറിന് സമ്മോട് ഒന്നാണ് കൊണക്കാത്തത്. അത് റെസ്പെക്റ്റും പറയൊന്നുമല്ല, നിങ്ങളുടെ തോന്നല. മണിയും ടോക്സ് ചെയ്യും, മനസ്സിലായോ? ഗണ്ണ് മാത്രല്ല ടോക്സ് ചെയ്യാ, മണിയും ടോക്സ് ചെയ്യും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ടായിട്ടുള്ളൂ 2.5 മാസം. അത് ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് ഞാൻ കുറച്ച് കൂടി പോകുക. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് ഇങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല ജോക്കി. ഇങ്ങനെ മൈൻഡ്ഫക്കായിട്ട് കളിച്ചിട്ട് തോറ്റോണ്ടിരിക്കും ജോക്കി. അതിൻ്റെ കൂടെ ഇതിൻ്റെ പ്രഷറൂടെ വരും. എനിക്ക് പറ്റണമല്ല അത്. മെയിനായിട്ട് ആദ്യമേ തന്നെ പറയാം, 12 പേരാണ് TV ഇപ്പം ഇറങ്ങിയേക്കുന്നത്. ആക്ച്വലി എടാ എല്ലാവരും ഒന്ന് റേഡിയോയിൽ റെസ്പോണ്ട് ചെയ്ത് എത്ര പേരുണ്ട് ഇവിടെ ഇപ്പം? 4 പേരേ ഉള്ളു അവിടെ വെൽക്കം ചെയ്യാൻ. നിങ്ങളത് കണ്ടാണ്, എനിക്കത് കണ്ടു വിഷമം വരണം. എനിക്ക് നല്ല വിഷമമായി, സത്യമായിട്ട് എനിക്ക് നല്ല വിഷമമായി. പറയാതിരിക്കാൻ വയ്യ, എനിക്ക് നല്ല വിഷമമായി. ഈഗോ എന്തിനു കാണിക്കണം? ഞാൻ ഇത്ര നാൾ കൂടെ വന്നടുത്ത് എന്തിന് ഈഗോ കാണിക്കണം? ഹാപ്പി ബർത്ത്ഡേ. കഴിഞ്ഞ വട്ടം ചെയ്യാൻ പറ്റില്ല, അത് ഇത് ഫുള്ള് അപ്പാപ്പിനെ സെറ്റ് ചെയ്തത്. ചന്ദ്ര പറ്റുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു വീടും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇത്ര നാൾ ഇവിടെ കൊണ്ടുവരാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് സ്വന്തം അനിയനെ പോലെ നോക്കിയേനെന്ന് എന്നോട് പറഞ്ഞതിന്റെ അന്ന്. ഇവിടെ നിനക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ വരും. അല്ലാതെ പിന്നെ ആര്? വിളിച്ചാൽ MRCത്തിൽ ഓരോന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഒരു ഗ്യാങ്ങിലല്ല, നിങ്ങൾ അധികം മനസ്സിലാക്കി. ഞാൻ നിൽക്കുന്ന ഒരു ഫാമിലിയിലാണ്. എനിക്കിത് ഗ്യാങ് ആയിട്ട് ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല. എനിക്കിതൊരു ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നു. ഞാൻ ഇവിടെ കയറിയപ്പോ എനിക്ക് വന്ന മാറ്റവും ചേർന്ന് മുമ്പുണ്ടായ മാറ്റവും ഒക്കെ വേറെയാണ്. അപ്പൊ അതിപ്പോ പാസ്വേഡ് ഇറക്കി വിടാണ്ടല്ലാണ്ട് ഞാൻ ഈ ഗ്യാങ്ങിൽ കോച്ച് അവനെ ഞാനങ്ങ് ഇറക്കി വിട്ടാല് അവനിറങ്ങിപ്പോ പോവാതെ ഞാൻ എന്ത് ചെയ്യും? VC-യിലുണ്ടോ അവൻ? ഇത് കഴിഞ്ഞിട്ടൊന്ന് പറയണം.
ഇതിന് വേണ്ടിയിട്ട് നിന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവണം എന്നുള്ളൊരു ഇതാണ്. സോ വേറെ ക്യാരക്ടർ ഒന്നുമില്ല. ഐ വിൽ ബി കണ്ടിന്യൂ TV as പരന്തു വാസു itself. എന്തെങ്കിലും ഡൗൺ ഉണ്ടെങ്കിൽ ടിവിക്കകത്തുള്ള ആൾക്കാർ നോക്കിക്കോ. പുറത്തു നിന്ന ആൾക്കാരുടെ സഹായം എനിക്ക് വേണ്ട ദേവി. സോ എനിക്കത് താല്പര്യമില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മള് റെഡിയാ. എന്നൊക്കെ അല്ല പിള്ളേരൊക്കെ ഇറങ്ങി അല്ല നിങ്ങൾ നമ്മുടെ എല്ലാവരും ഇറങ്ങി ചന്ദ്ര. എടാ അവര് ഇറങ്ങിന്ന് പറയുന്നത് നമ്മളാണ് തോറ്റത്. നമ്മുടെ ചോയ്സാണ് വാർ അടിക്കണോ വേണ്ടെന്നുള്ളത്. ഇന്നും കടിച്ചു തീർക്കാം. ഈ മൂടി തന്നെ പോയി അടിക്കണം. എന്നാ കേറിക്കോ. അത് കൊള്ളാതെയാണ്. പിന്നെന്തിനാ ഇവര് അക്സെപ്റ്റ് ചെയ്തിട്ട് വാർ അക്സെപ്റ്റ് ചെയ്ത് ഇത്ര സമയത്തിനുള്ള റോക്ക് ഷൂട്ടി കയറണം എന്നൊക്കെ ഉണ്ട്. ഒന്ന് ദൈവത്തിന് വിളിക്കാം. നമ്മൾ നോക്കുന്നുണ്ട്. വാർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ഗാങ്ങിനെതിരെ ആക്ഷൻ വരുവതില്ലേ. അതെന്തൊരു വണ്ടി ഇങ്ങനെ പോന്നേ? നല്ല സ്പീഡിൽ പോണല്ലേ വണ്ടി. എന്താ ഇങ്ങനെ ചെയ്യാനുള്ള ഇന്റൻഷൻ എന്താണ് ഞാൻ ഈ സിറ്റുവേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡ് നോക്കണം. അതായത് ഇപ്പൊ ഡൗൺ ആയ ടീമാണ് ഇങ്ങനെ ഡിലേ ആക്കി കയറാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ട പറയുന്നത് ജയിച്ചിരിക്കുന്ന ടീമാണ് ഇങ്ങനെ കയറി പോയിട്ടുള്ളത്, ഇപ്പൊ ഇങ്ങനെ ഡിലേ ആയിട്ടുള്ളത്. സോ അതിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ പറ്റത്തുള്ളൂ. ഇന്റൻഷണൽ ഊമ്പിയല്ല என்ன வார்த்தை கோச் அது? கோச் நான் உண்மையாட்டு பலவட்டம் உங்களுக்கு சொல்லேனே அன்பார்லமெண்டரி வேர்ட்ஸ் யூஸ் பண்ண வேண்டாம். இல்ல ஜோக்கி, அது வந்துட்டு ஒரு கேம் ஃபேரா விளையாடினா பரவாயில்ல. ஆம்பளை மாதிரி விளையாடணும். அப்புறம் பொட்டை மாதிரி பின்னாடி பொறுமையா வந்தா என்ன சொல்றது? സത്യമാണ്. വണ്ടി ഓടിപ്പ് കണ്ടപ്പോ എനിക്കത് മനസ്സിലായത്. കളിച്ചിട്ട് പോടാ മൈരെ. കുഴപ്പമില്ല, കളിച്ചിട്ട് പോകാം. നമ്മളെല്ലാം ഇവിടുന്ന് കുത്തിയടിച്ച് കയറി അടിക്കുന്നത് ടി വി കയറി അടിക്കുന്നത് നമ്മുടെ ബാക്ക് സൈഡിലുള്ളവരൊക്കെ പോയി ചൊറി. ഡെസ്ട്രോടെ 4 പിക്ക് എടുത്ത് 4 പിക്ക് വീട്ടിലൊക്കെ ഉണ്ട്. ഒരു ഡെസ്ട്രോന്റെ 5ാമത്തെ പിക്ക്. ചേച്ചോട് പുള്ളിലെടുത്തു എടുത്തതും വണ്ടി എടുത്ത് തിരിച്ചു പോയി. വണ്ടി കയറി ബാക്ക് സാബ് കിട്ടും. ഇല്ല, തിരിച്ച് മറിച്ചോട്ട് വീണ്ടും മലയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ടി വി നല്ല രീതിക്ക് അത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അവർ പാറ്റിക്കായിട്ട് കളിക്കുന്നവർ തിരിച്ച് ഇവർ മറ്റേ ഈ മലയുടെ ഏരിയയിലേക്ക് കയറി വന്നിട്ടുണ്ട്. അവര് വണ്ടി അത് കുഴപ്പമില്ല, എന്റെ കൂടെ തിരിച്ച് ഞാൻ പറഞ്ഞു തിരിച്ച് നമ്മളിത് ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇങ്ങോട്ട് വരെ പോയിട്ട് തിരിച്ച് നമ്മൾ കുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടോ, ഈ മാർക്ക് കാണുന്നുണ്ടോ? നമ്മൾ അങ്ങ് വരെ പോയിട്ട് എല്ലാ വണ്ടി അങ്ങ് വരെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് എടുത്തു കേട്ടോ. വാ മനസ്സിലായോ? ഗണ്ണ് മാത്രല്ല ടോക്സ് ചെയ്യാ, മണിയും ടോക്സ് ചെയ്യും. മണിയല്ലടാ, സ്കിൽ ടോക്സ്. Question is, do they have the car? We have the driver. അമരോടണം
ഓടട്ടെ 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 തിരിച്ച് 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 കുത്തിക്കോ തിരിച്ച് കുത്തിക്കോ 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 ഞാൻ പറഞ്ഞത് കുത്തി അടിയാ മനസ്സിലായി മണിയൊക്കെ നിന്റെ വീട്ടിൽ പോയി വീട്ടിൽ മനസ്സിലാക്കി ആദ്യം സീറ്റകളെ മോനെ അടിക്കണം അടിച്ചിരിക്കണം. എടാ ഈ പറഞ്ഞ ചെറുക്കൻ ഏതാണെന്ന് ആരും പറയോ? അവനെ ഒന്ന് വീട്ടിൽ പോയി കാണണം. ഇത്ര ഓമനത്തോടെ അവന്. ഇവിടെ പുതിയതായിട്ട് വന്നതാണല്ലേ, അപ്പോ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് അറിയാന്ന് വിചാരിക്കുന്നു. കൂടുതൽ അങ്ങോട്ട് വഹിക്കാണ്ട് അതങ്ങ് ഊരി വെച്ചാണ്ട് തുടങ്ങിയേക്കുക. தம்பியோட தலை துண்டாயிடுச்சு, அடுத்தது ஓ தலைதான். என்னதான் அடிச்சுக்கிட்டாலும் பிரச்சனைன்னு வந்துட்டா 2 பேரும் ஒன்று சேர்ந்துருவாங்க இருக்காரு. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും ആലോചിച്ചൊരു സമയമുണ്ട് എനിക്ക്. അപ്പൊ ആ സമയത്ത് ഇന്ന് കരകയറ്റാൻ വേണ്ടി വന്നത് അപ്പാപ്പനാണ് മെയിനായിട്ട്. അപ്പൊ ലൈക്ക് നമ്മുടെ ഒരു ഡൗൺ ടൈമിൽ നമ്മളൊരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന രീതിയിൽ വരുള്ളൂ. ரெண்டு அவதாரத்தை மட்டும்தான் பார்த்திருக்கேன். கடைசி அவதாரம் என்னன்னு தெரியுமா? கல்கி அவதாரம். ടൈമായി. நீ படிச்ச ஸ்கூல்ல நான் ஹெட் மாஸ்டர். ട്രൈ ചെയ്യാം ആർക്കാണോ നമ്മളെ വീഴ്ത്താനായിട്ട്. നിങ്ങൾ തന്നെ മടുക്കും ഒരു പോയിന്റ് എത്തുമ്പോൾ, കാരണം നടക്കൂല. നോൺ ക്യാൻ റീപ്ലേസ് TV. நம்ம கண்ணு முன்னாடி வந்து நின்னாலும் நம்ம கெத்த மட்டும் விட்டு கொடுக்கவே கூடாது. എന്തുവാണ് ഇതൊക്കെ? ഇതൊക്കെ സത്യം പറഞ്ഞൊരു തിയേറ്റർ ഇറക്കി വിടണം. ഗൈസ് എഴുതി വെച്ചു, ഒരു 10 കൊല്ലത്തിനുള്ളിൽ ഇവനൊരു മെയിൻ സ്ട്രീം ഫിലിം എഡിറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടെ തുണിയില്ലാണ്ട് ശാസ്തമംഗലം ജംഗ്ഷനിൽ ഓടും. എനിക്ക് അപ്പം എത്ര വയസ്സായിരിക്കും? 43 വയസ്സ്. 43 വയസ്സ് എങ്കിൽ 43 വയസ്സ് ഞാൻ ഓടിയിരിക്കും. 10 കൊല്ലം. ഈ പ്രതീക്ഷയുള്ള 2 പേരാണ് സുനിമോന് വരും.
ഓടിയിരിക്കും, ഞാൻ ഓടിയിരിക്കും 10 കൊല്ലം.